ഹലോ ഗൈസ്, കറി ലിവ്സിൻ്റെ ഫസ്റ്റ് റെസിപ്പി വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഹലീമാണ്. ഇതൊരു ഹൈദരാബാദി സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ വീറ്റ് റവ, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 10 ബദാം. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിനെ നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ഓക്കെ, അതേപോലെ തന്നെ ബദാം നമ്മളൊരു വെള്ളത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു 5 മണിക്കൂർ ബദാമും വെള്ളത്തിലേക്ക് അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. ഇതിന് ഇനി ഒരു 5 മണിക്കൂർ നല്ല വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾ ഒരു 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല കുരുമുളക് പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും ആക്കിയിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് വെക്കുക. കുഴച്ച് നന്നായിട്ട് എല്ലാ മസാലയും പിടിക്കുന്ന രീതിയിൽ നല്ലോണം കുഴച്ച് വെക്കണം. ഇതിനെ നമുക്കൊരു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം, പരിപ്പ്, വീറ്റ് റവയൊക്കെ ചേർത്ത് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു 2 വിസിൽ ഇതിന് കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ചിക്കൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് പോകാൻ. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഒക്കെ ഇട്ടൊക്കെ ഒരു 4 ഓണിയൻസാണ് ഞങ്ങളിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ, ഏലക്ക, പെരിഞ്ചീരക, ഇതൊക്കെ ബിരിയാണി സ്പൈസസ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇടുന്നത്. അതില്ലെങ്കിൽ നേരിട്ട് അത് പൊടിക്കാതെ തന്നെ ഇടാവുന്നതാണ്. എല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇതിനെ നന്നായി യോജിപ്പിക്കുക. ഒരു ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഇതിനെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു വിസിൽ കൊടുക്കാൻ വേണ്ടി കുക്കറിലേക്ക് നമുക്ക് വെക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പ്, വീറ്റ് റവയൊക്കെ ഉള്ളത് അതിനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ്. ചിക്കൻ ഇപ്പോൾ ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, പിന്നെ 2 പച്ചമുളകൊക്കെ അരിഞ്ഞിടണം. അപ്പോൾ അതൊക്കെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മളിതിനെ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റിലേക്ക് ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മളിതിനെ വേവിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് ചിക്കൻ പീസുകൾ മാത്രമായിട്ട് മാറ്റി വെക്കണം. അതിനെ നമുക്ക് ഇനി സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ ബൗളിലേക്ക് ചിക്കൻ മീറ്റൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ബോൺ സെപ്പറേറ്റ് ചെയ്ത് മീറ്റ് മാത്രമാക്കിയിട്ട് നമ്മുടെ പഴയ ഗ്രേവിയിലേക്ക് തന്നെ എല്ലാം തിരിച്ചിടുന്നുണ്ട്. മീറ്റിനെ മാത്രമാക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഗ്രേവിയിലേക്ക് തന്നെ ഇടണം. അതിന് നമ്മൾ ഇനി വീണ്ടും നന്നായിട്ട് ചൂടാക്കി എടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്ന പേസ്റ്റ് നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലേക്ക് നമ്മളിനി മാറ്റിയെടുക്കണം. അതിന് നന്നായിട്ട് ഇതിനെ ഇളക്കിയെടുക്കാനുണ്ട്. ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഹലീം കിട്ടും. അപ്പോൾ അതിന് മാക്സിമം നന്നായിട്ട് ഇതിനെ കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി അതിനൊരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു എലാസ്റ്റിക്കിലേക്ക് അതിനെ കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവർക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക്, ഗരം മസാല ഇടാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടാം. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നെയ്യ് കൂടുതൽ ഇട്ടാൽ അത്രയും ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡീപ് ഫ്രൈ ചെയ്ത ഓണിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 ഓണിയനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ പകുതിയിൽ കൂടുതൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാലാണ് ചേർക്കുന്നത്. ഒരു 150 ml പാലുണ്ട്. അപ്പോൾ പാല് ചേർക്കുന്നതോടെ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടും കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് ഹലീം കിട്ടും. അതിന് വേണ്ടിയാണ് പാല് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കുക്കർ. ഇനി ഇതിനൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഹലീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, ചെറുനാരങ്ങ, മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർത്ത് അതിനൊന്ന് ടോപ്പിങ്സ് ഒക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചിക്കൻ ഹലീം ഇവിടെ റെഡിയാണ്.